പുതുക്കോട് ബ്രാഹ്മണ ഉപസഭയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. പുതുക്കോട് കിഴക്കേഗ്രാമം ശ്രീ രാജേശ്വരി ഹാൾ അങ്കണത്തിൽ വെച്ചാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത്. ജനുവരി 19 ആരംഭിച്ച യജ്ഞം 26 ഞായറാഴ്ച വരെ നീണ്ടുനിൽക്കും. ബ്രഹ്മശ്രീ KSV കൃഷ്ണനയ്യരാണ് യജ്ഞാചാര്യൻ. ബുധനാഴ്ച ഭൂഗോളവർണ്ണന, അജാമിളമോക്ഷം, വൃത്രാസുരമോക്ഷം, പ്രഹ്ലാദ ചരിതം, നരസിംഹാവതാരം തുടങ്ങി പാരായണ ഭാഗങ്ങൾ നടന്നു. ഒരു കർമ്മം കൊണ്ട് മറ്റൊരു കർമ്മത്തിന്റെ ഫലത്തിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് അങ്ങ് മനസ്സിലാക്കിക്കോളൂ. പരീക്ഷിച്ചെന്നാ പറയുന്നത്. ഒരു കർമ്മത്തിന്റെ ഫലത്തിനെ മറ്റൊരു കർമ്മം കൊണ്ട് ഇല്ലാതാക്കാൻ നിവർത്തിയില്ല. 10 കോഴിയെ കൊന്നിട്ട് ഒരു കോഴിക്ക് ഊണ് കൊടുത്തത് കൊണ്ട് 10 കോഴിയെ കൊന്ന ഫലം പാപഫലം ഇല്ലാതെ കണ്ട് ആവില്ല. ഒരു കർമ്മം കൊണ്ടും മറ്റൊരു കർമ്മത്തിന്റെ ഫലത്തിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ വേദത്തിൽ പ്രായശ്ചിത്തം പിന്നെന്തിനാ പറഞ്ഞിരിക്കുന്നത്? വ്യാഴാഴ്ച ശ്രീകൃഷ്ണാവതാര പാരായണവും വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരം ചടങ്ങും ഭക്തിസാന്ദ്രമായി നടക്കും. നിരവധി ഭക്തജനങ്ങൾ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ പങ്കെടുത്തു വരുന്നുണ്ട്.